ഹായ് ഫ്രണ്ട്സ്, ഇത് കോളിഫ്ലവർ. ഈ കോളിഫ്ലവറിൻ്റെ തണ്ടില്ലേ, ഈ പച്ച നിറത്തിലുള്ള തണ്ട് നമ്മൾ വേസ്റ്റാക്കി കളയല്ലേ ചെയ്യുന്നത്. ഈ തണ്ട് കൊണ്ട് നമുക്ക് തോരൻ വെച്ചാലോ? ഒരു കോളിഫ്ലവറിൻ്റെ അല്പം തൊണ്ടും പിന്നെ കുറച്ച് സവാളയും പച്ചമുളകും തേങ്ങയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു അടിപൊളി തോരൻ ചെയ്യാം. എന്താ ഈ പച്ചത്തണ്ട് ഇതുപോലെ അടർത്തിയെടുക്കുക. എന്നിട്ട് പറ്റുമെങ്കിൽ ഒരു 10-20 മിനിറ്റ് പച്ചവെള്ളത്തിലോ ഉപ്പിട്ട വിനാഗിരി വെള്ളത്തിലോ ഒന്ന് മുക്കി വെച്ച് കഴിഞ്ഞാൽ അതിനകത്തെ കെമിക്കലും അതിനകത്തെ കാര്യങ്ങളൊക്കെ രാസവസ്തുക്കൾ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതിനുശേഷം നന്ന വൃത്തിയായി കഴുകി വെള്ളമൊക്കെ വാലാൻ വെച്ച് ശേഷം പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ സവാളയും തൊലി കളഞ്ഞ് കഴുകി അതുപോലെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്കൊരല്പം കടുക് ഇട്ട് കൊടുത്ത് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് ഉഴുന്ന് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഉണക്കമുളകുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ കോളിഫ്ലവറിൻ്റെ ഇലയും നമ്മളുടെ സവാളയും പിന്നെ പച്ചമുളകുണ്ടെങ്കിൽ 1-2 പച്ചമുളകും കൂടി അതിൻ്റെ കൂടെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പ് കൂടി ചേർത്തു. ഒന്നുകൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇടാൻ മറന്നേ, ഉണക്കമുളക് ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കോളിഫ്ലവറിൻ്റെ ഇല അരിഞ്ഞതും സവാളയും പച്ചമുളകും എല്ലാം കൂടി വഴറ്റി തട്ടിപ്പൊത്തി ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കിയ ശേഷം തട്ടിപ്പൊത്തി മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഈ സമയത്ത് തേങ്ങ ചിരണ്ടാം. തേങ്ങയിലേക്ക് നമുക്ക് ഒരല്പം ജീരകവും ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരു അല്ലി വെളുത്തുള്ളി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ചതച്ചെടുക്കാം. ഇത് വേവിച്ച ആ ഇലത്തോരൻ്റെ നടുക്കൊരല്പം കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് തേങ്ങ ചതച്ചത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചതച്ചത് ചേർത്തു. ഇനി ഒന്ന് തട്ടിപ്പൊത്തി മൂടി വെച്ച് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മൂടി ആ തേങ്ങയിലൊന്ന് ആവി കയറട്ടെ. നന്നായിട്ടൊന്ന് മൂടി വയ്ക്കാം. ലോ ഫ്ലെയിമിൽ തീ കുറച്ചിട്ട് ഒന്ന് ആവി കയറ്റാം. ശേഷം നമുക്കൊന്നൊരു ഇളക്കി കൊടുക്കാം. ആ തേങ്ങയും ഇലകളും എല്ലാം കൂടി ഒന്ന് യോജിക്കട്ടെ. നല്ല രീതിയിലൊന്ന് ഇളക്കി ഫുള്ള് നന്നായിട്ട് യോജിപ്പിക്കുക. ഇനി നമുക്ക് പോരാത്ത ഉപ്പുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് പോരാത്ത ഉപ്പ് ചേർത്ത് കൊടുക്കാം. വേവ് കുറവുണ്ടെങ്കിൽ ഒന്നും കൂടി മൂടി വെച്ചിട്ട് നമുക്കൊന്ന് തട്ടിപ്പൊത്തി ഞെക്കി മൂടി വെച്ചിട്ട് ഒന്നുകൂടി വേവിച്ച് ഇളക്കി എടുക്കാം. നമ്മളുടെ തോരനിവിടെ റെഡി ആയിട്ടുണ്ട്. കോളിഫ്ലവറിൻ്റെ ഇലയുടെ തോരനിവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേസ്റ്റാക്കി കളയുന്ന സാധനങ്ങൾ കൊണ്ട് നമുക്കൊന്ന് ഫുഡിലേക്ക് മാറ്റിയെടുക്കാം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.